ട്രേഡിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഈ ചാർട്ട് പാറ്റേൺസ് മാത്രം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സംഭവിച്ചത് വരില്ല. ആ കോൺസെപ്റ്റ് പഠിക്കണം, ഈ കോൺസെപ്റ്റ് പഠിക്കണം, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ട്രേഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ ട്രേഡാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരെ ട്രേഡിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡായിരുന്നു. ആൻഡ് അത് ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്, എന്തൊക്കെ അനാലിസുകളാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാൻ നേരത്തെ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു ട്രേഡ് എനിക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പറ്റിയൊരു സാഹചര്യത്തിലുമായിരുന്നില്ല. അതെന്താണ് സാഹചര്യം എന്നുള്ള കാര്യങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ പോയി കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ട്രേഡ്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ടുള്ള റീസൺസ് ഞാൻ പറയാം. ഞാൻ റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇത് ഒരു ഫോളിംഗ് വെജ് പാറ്റേൺ ആണ്. ഞാൻ ഈ ഹൈസ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലോ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. സോ അതൊരു ഫോളിംഗ് വെജ് പാറ്റേൺ ആണ്. ഞാനിതൊരു ഇമേജ് എടുത്ത് തരാം. ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഫോളിംഗ് വെഡ്ജ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇമേജ് കിട്ടും. ഓക്കെ, ഈ ഒരു ഇമേജ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാനത് നമ്മുടെ ചാർട്ടിൽ ജസ്റ്റ് ഇടുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബേസിക് ചാർട്ട് പാറ്റേൺ ആണ്. ഫോളിംഗ് വെഡ്ജ് ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണ്. ആൻഡ് ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. പ്രൈസ് താഴേക്ക് വരുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ സംഭവിക്കുന്ന ടൈപ്പ് പാറ്റേൺ ആണ് ഈ ഒരു ഫോളിംഗ് വെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണം. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന പോലെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണം. എൻ്റെ ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവിടെയും എൻട്രി എടുക്കാം. പക്ഷേ ഞാനിവിടെ ഈ ഒരു ട്രേഡിൽ എടുത്തിട്ടുള്ളത് ആ ഒരു ബ്രേക്ക് ഔട്ടിലാണ് ഞാനൊരു എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ്, എപ്പോഴാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടുത്തെ പ്രൈസ് ഈ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെയാണ് ഏകദേശം ഞാൻ ഈ ഒരു ക്യാൻഡിലാണ്, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയാണ് എൻ്റെ ഒരു എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ലോ പോയിന്റിന് തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു 1.2 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ 1:2 എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ ഒരു പാറ്റേണിൻ്റെ സ്റ്റാർട്ടിങ്ങിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ടാർഗറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ എൻട്രി ആൻഡ് എക്സിറ്റ്സ് വെച്ചിട്ടുണ്ടായത്. ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രൈസ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഇത്രയും നേരം ഞാൻ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടാർഗറ്റ് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് 1 ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എൻട്രി മുതൽ ടാർഗറ്റ് വരെയുള്ള ഏരിയയുടെ ഹാഫ് എടുക്കുക. ആ ഹാഫിലായിരുന്നു ഞാൻ എൻ്റെ ടാർഗറ്റ് 1 ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ടാർഗറ്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ടാർഗറ്റ് 1 ആയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് എത്തണം, ടാർഗറ്റ് 1 എന്ന് പറയുന്ന ഏരിയയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് പോയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും എനിക്കിവിടെ ലോസ് വരില്ല. കാരണം ടാർഗറ്റ് 1 എന്ന് പറയുന്ന പ്രൈസ് എത്തുമ്പോൾ ഞാൻ അവിടെ എൻ്റെ പൊസിഷൻ്റെ ഹാഫ് ഞാൻ സെല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ എത്ര ക്വാണ്ടിറ്റിയുടെ ട്രേഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ 50% ഞാൻ ഈ ഒരു ടാർഗറ്റ് 1 സെല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ആ ലോസ് സംഭവിച്ചാലും, സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഡയറക്ഷനിലേക്ക് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും എനിക്ക് അവിടെ ലോസ് സംഭവിക്കില്ല, ഞാൻ അവിടെ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രൈസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റ് 1 ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പ്രൈസ് വളരെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോയിട്ട് നമ്മുടെ ടാർഗറ്റ് 1 ഇവിടെ ഹിറ്റ് ആവുന്നുണ്ട്. ആൻഡ് അതിനുശേഷം പ്രൈസ് അവിടെ കുറച്ച് നേരം ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ രീതിയിൽ പ്രൈസ് അവിടെ കുറച്ച് നേരം ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് ഈ രീതിയിൽ മുകളിലേക്ക് പോവുകയും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോവുകയും കൃത്യമായിട്ട് നമ്മുടെ ഈ പാറ്റേൺ അനുസരിച്ചുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ കാഴ്ചവെക്കുന്നു. അതായത് നമുക്ക് പാറ്റേൺ അനുസരിച്ചുകൊണ്ട് നമ്മൾ എവിടെയാണോ ടാർഗറ്റ് വെക്കേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് ഒരു വിക്ക് വരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിക്ക് വന്നിട്ട് അവിടെ നിന്ന് ശക്തമായിട്ടുള്ള റിജക്ഷൻ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ട്രേഡിൽ വിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം പ്രൈസ് ശക്തമായിട്ട് പിന്നീട് അവിടെ നിന്ന് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മുടെ ട്രേഡ് ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 തവണ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് അവിടെ വിൻ ആയിട്ടുണ്ട്.
ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ്. ആൻഡ് ഇതിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ പൊസിഷൻ സൈസിങ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുൻപത്തെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഗൂഗിളിലേക്ക് പോവുകയാണെങ്കിൽ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ക്രിപ്റ്റോ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്രിപ്റ്റോ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ കിട്ടും. അതിലേതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. ഞാൻ ഈ ക്രിപ്റ്റോ പൊസിഷൻ സൈസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഫസ്റ്റ് വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണോ, നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു 3600 സംതിങ് ആയിരുന്നു എൻ്റെ ബാലൻസ്, എൻ്റെ വാലറ്റിലെ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര ശതമാനമാണ് റിസ്ക് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 2% മാത്രമേ റിസ്ക് ചെയ്യാറുള്ളൂ. സോ നമ്മുടെ റിസ്ക് പേഴ്സൻറ്റേജ് ഇവിടെ 2 എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എൻട്രി പ്രൈസ് എത്രയാണ്? എൻ്റെ എൻട്രി പ്രൈസ് ഇവിടെ എൻ്റെ എൻട്രി പ്രൈസ് കാണാൻ പറ്റും. 59,015 എൻ്റെ എൻട്രി പ്രൈസ്. സോ അത് കോപ്പി ചെയ്യുക, അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് പ്രൈസും കോപ്പി ചെയ്യുക. സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഇവിടെ കോപ്പി ചെയ്യുക ആൻഡ് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എടുത്തിട്ടില്ല ഒരു 3658 കൊടുക്കാം. ആൻഡ് ഇവിടെ നമ്മുടെ കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആണ് 0.1937 ബിറ്റ് കോയിൻ്റെ ട്രേഡാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അത്രയും ബിറ്റ് കോയിൻ്റെ ട്രേഡാണ്, അത്രയും ബിറ്റ് കോയിൻ്റെ ഒരു ലോങ് പൊസിഷനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഞാൻ ടാർഗറ്റ് 1 എത്തുമ്പോൾ ഇതിൻ്റെ പകുതി നമ്മളവിടെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.0968 ഒരു പൊസിഷൻ നമ്മളവിടെ സെല്ല് ചെയ്യണം. അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ആ ഒരു ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യണം. അപ്പോൾ ട്രേഡ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാർഗറ്റ് 1 ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. ആ ഒരു പ്രൈസിൽ ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് 1 പ്രൈസിൽ നമ്മളൊരു ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രൈസിൽ എത്തുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി മാത്രമായിട്ട് സെല്ല് ചെയ്ത് വിടുവാന്നായിരിക്കും. സോ നമുക്ക് അവിടെ ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ പ്രോഫിറ്റ് നമുക്ക് അവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ട്രേഡ് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു $32 ഓക്കെ, ഏകദേശം ആ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഞാനിവിടെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു $38 പ്രോഫിറ്റ്. ഓക്കെ, $38.93 പ്രോഫിറ്റ് എനിക്ക് ആ ഒരു ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ബാക്കി 50% ഓഫ് ക്വാണ്ടിറ്റിയാണ് ബാക്കിയുള്ളത്. അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമുക്ക് അവിടെ ലോസ് വരില്ല. നമ്മൾ ആ ഒരു ബ്രേക്കിങ്ങോട് തന്നെ എൻഡ് ചെയ്യും. ആൻഡ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു $91 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു $91.35 പ്രോഫിറ്റ് എനിക്ക് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 പ്രോഫിറ്റും ടാർഗറ്റ് 1 ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റും മെയിൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് കൂടിയിട്ട് ഏകദേശം ഒരു $130 പ്രോഫിറ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു 1800 രൂപയോളം പ്രോഫിറ്റ് എനിക്ക് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള വളരെ കൃത്യമായിട്ട് നമ്മളത് അനലൈസ് ചെയ്തുകൊണ്ട് ആ ചാർട്ട് പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിട്ടുള്ള ഒരു ട്രേഡ് മാത്രമാണിത്. ആൻഡ് അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു 1800 രൂപയുടെ പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ ഒരു ഡേ ട്രേഡാണ് അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ട്രേഡിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ചാർട്ട് പാറ്റേൺസ് ഒക്കെ. അപ്പോൾ ചാർട്ട് പാറ്റേൺസ് വെച്ചുകൊണ്ട് പോലും നമുക്ക് കൃത്യമായിട്ട് ആ ചാർട്ട് പാറ്റേൺസിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് പോലും നമുക്ക് അടിപൊളിയായിട്ട് ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ് ഒക്കെയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് കോൺസെപ്റ്റുകൾ വെച്ച് പോലും നമുക്ക് അടിപൊളിയായിട്ട് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.